ഏറ്റുകളാണ് നാലാമത്. 1974 ഏപ്രിലിൽ പാകിസ്ഥാൻ നിയന്ത്രണം സ്ഥാപിക്കുന്നതിന് മുൻപായി തന്നെ സിയാച്ചിൻ ഗ്ലേഷ്യർ ഇന്ത്യൻ സൈന്യം മുൻകൂട്ടി കൈവശപ്പെടുത്തിയ സൈന്യ നീക്കമായി. പക്ഷെ പാകിസ്ഥാനെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണ്. തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധഭൂമിയാണ്. സിയാച്ചിന്റെ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിക്കുകയും അതേപോലെ ഇന്ത്യയുടെ കൈവശം തുടരുകയും. അഞ്ചാമത്തേത് 1999 കാർഗിൽ ഓപ്പറേഷൻ. 1999 മെയ് മാസത്തിൽ ലഡാക്കിലെ കാർഗിൽ മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ നുഴഞ്ഞുകയറ്റത്തെ തുടർന്ന് ഇന്ത്യ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ. അടുത്തത് ഓപ്പറേഷൻ സഫേദ്. വ്യോമസേനയുടെ പിന്തുണയോടെ ഓപ്പറേഷൻ സഫേദ് എന്ന കോഡ് നാമത്തിൽ ഇന്ത്യൻ കരസേന നുഴഞ്ഞുകയറ്റക്കാരെ വിജയകരമായി തുടങ്ങി. ഓപ്പറേഷൻ വിജയ് മുതൽ ഓപ്പറേഷൻ സിന്ധു വരെ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രധാന സൈനിക നടപടികൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ഫസ്റ്റ് കാശ്മീർ വാർ എന്നറിയപ്പെടുന്ന 1947-48 ഇന്ത്യ പാകിസ്ഥാൻ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1947 ഒക്ടോബറിൽ സായുധ സംഘങ്ങളും പാകിസ്ഥാൻ വെടിവെപ്പുമാരും ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയപ്പോഴാണ് പാകിസ്ഥാൻ ആക്രമണത്തിനെതിരെ ഇന്ത്യയുടെ ആദ്യ സൈനിക നടപടികൾ. പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗുരുമാർഗ് എന്ന രഹസ്യ നാമകരണം ചെയ്ത ഈ സമയത്തായിരുന്നു 1947 ഒക്ടോബർ 27 ശ്രീനഗറിലേക്ക് സൈനിക വ്യോമാക്രമണം നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയായിരുന്നു. 1949 ജനുവരി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കുന്നത് വരെ ഈ ഒരു സംഘർഷം നീണ്ടു. ജമ്മു കാശ്മീരിന്റെ
മർദ്ദനം തടയാനെത്തിയ അനിൽകുമാറിന്റെ കുടുംബത്തെയും പ്രതികൾ ആക്രമിച്ചതായും പരാതിയിൽ പറയുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കടക്കൽ പോലീസ് എത്തി പ്രതികളെ പിടികൂടി. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ന്യൂസ് 18 കൊട്ടാരക്കര. കഴിഞ്ഞ ദിവസം രാത്രി ഹോട്ടലടയ്ക്കാൻ തയ്യാറെടുക്കവേ ബൈക്കിലെത്തിയ 2 യുവാക്കൾ പവർ ആവശ്യപ്പെട്ടു. ഇരുവരും പണമില്ലെന്നും പിന്നീട് നൽകാമെന്നും പറഞ്ഞു. എല്ലാം തീർന്നെന്ന് ഹോട്ടലിൽ അറിയിച്ചതോടെ തർക്കമുണ്ടായി. പിന്നാലെ ഇരുവരും മടങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് സംഘത്തിലുണ്ടായിരുന്ന ഒരാളും മറ്റൊരു യുവാവും കടയിൽ മടങ്ങിയെത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് ഹോട്ടൽ ഉടമ പറയുന്നു. കയ്യിൽ ആയുധവുമായാണ് എത്തിയത്. അക്രമത്തിൽ അമലിന്റെ തലയ്ക്ക് പരിക്ക് പറ്റി. നൈറ്റ് പെട്രോളിനായി അതോടുള്ള പോലീസിനെ കണ്ടാണ് അക്രമികൾ രക്ഷപ്പെട്ടത്.